നമസ്കാരം. സൂര്യയെ നായകനാക്കി ശിവയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കങ്കുവ ഇന്ന് രാവിലെ 4 മണിക്ക് തന്നെ ആരാധകരുടെ മുന്നിലേക്ക് തിയേറ്ററുകളിൽ എത്തി. എല്ലായിടത്തും ഫാൻ ഷോകൾ നിറഞ്ഞു തന്നെയാണ് നിന്നത്. ആവേശഭരിതമായി കാത്തിരുന്ന ആരാധകരെ സൂര്യയും ശിവയും വീട്ടിലേക്ക് കരയിച്ച് പറയിപ്പിച്ചു വിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ട്രോൾ വാർത്തകൾ തന്നെ നിറയുന്ന കാര്യം. ആരാധകരെല്ലാവരും കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അത്ര ഇമോഷണൽ ഡ്രാമയാണോ ഈ സിനിമ എന്ന് തോന്നുന്നുണ്ടായിരിക്കും എല്ലാവർക്കും. എന്നാൽ ഈ സിനിമ ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമയാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായത്തിൽ പറയുന്നത്. ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമ അങ്ങനെ എല്ലാവർക്കും ദഹിക്കുന്ന ഒരു സ്ക്രിപ്റ്റോ കഥയോ ഒന്നുമല്ല. പക്ഷേ കങ്കുവ കണ്ടിറങ്ങിയ സൂര്യയുടെ ആരാധകർ പോലും ശിവയെ ആണ് വിമർശിക്കുന്നത് എന്ന് പറയാം. ഇത് മറ്റൊരു വിഭാഗം ആളുകൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നുണ്ട് എന്ന് പറയണം. വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിജയ് സിനിമയായ ഗോട്ട് എന്നതിന് പിന്നാലെ ഇറങ്ങിയ കങ്കുവയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ആരാധകർ നൽകിയിരുന്നത്. ഇതൊന്നും തന്നെ വിജയ് ആരാധകർക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. വിജയ് ആരാധകരെ തന്നെ കുത്തിപ്പറയുന്ന രീതിയിലായിരുന്നു കങ്കുവ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാമെന്ന രീതിയിൽ സൂര്യ ആരാധകർ തന്നെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ എല്ലാം രാവിലത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നനഞ്ഞ പടക്കമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായും പീരിയഡ് അല്ലാതെ കഥ പറയുന്ന ഈ സിനിമ പുതിയ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ, അതായത് പുതിയ സൂര്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മോശം രീതിയിലേക്കാണ് ഇത് പോകുന്നതെന്ന് പറയുന്നു. അതായത് കങ്കുവ എന്ന സൂര്യയുടെ കഥാപാത്രം ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ കുറച്ചൊക്കെ മികച്ചതാണ് എന്നും അദ്ദേഹത്തിന് നന്നായി അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിരുന്നുവെന്നും അത് അദ്ദേഹം ഗംഭീരമായി ചെയ്തുവെന്നും പറയുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് എത്തുമ്പോൾ തെറ്റിപ്പോകുന്നത് സൂര്യയ്ക്ക് നേരിടേണ്ടി വന്ന ചില കാര്യങ്ങളാണ് എന്ന് പറയുന്നു. സൂര്യ എന്ന നടനെ കുറിച്ച് ആർക്കും ഒരു തർക്കമില്ല, ആർക്കും ഒരു സംശയമില്ല. അദ്ദേഹം ഒരു അസാധ്യ നടൻ തന്നെയാണ്. 2-2.5 വർഷം കാത്തിരുന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ഒരു വലിയ ചിത്രം തന്നെയാണ് കങ്കുവ എന്ന് പറയുന്നത്. സൂര്യ ആരാധകരെ സംബന്ധിച്ച് ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എന്ന് തന്നെ പറയാം. പുതിയ കാലത്തേക്ക് ഒരു സാങ്കല്പിക ലോകത്തിലെ കഥയെ സംയോജിപ്പിച്ചുകൊണ്ടാണ് കങ്കുവ പുരോഗമിക്കുന്നത് എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്ന കഥയുടെ ഒരു അടിസ്ഥാനം. ഹൈ ഒക്ടെയ്ൻ ആക്ഷൻ സീനുകളാണ് കങ്കുവയുടെ പ്രധാന പ്രത്യേകതകളെന്ന് ആദ്യമേ പറഞ്ഞു പോകേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ്. അതേസമയം ചിത്രം ഒരു ആക്ഷൻ പടമായി തന്നെ രൂപപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ആദ്യം മുതൽ ആക്ഷൻ വരുന്നുണ്ട്. ആദ്യം മുതൽ ആക്ഷൻ ഒരു പഞ്ഞവും ഇല്ലാതെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അത്രയും ക്വാളിറ്റിയിൽ സംഘടന രംഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് കൂടി പറയേണ്ട കാര്യമാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഫോറസ്റ്റ് ഫൈറ്റും കടൽ സീനുകളും എല്ലാം തന്നെ ഗംഭീരമായി ദൃശ്യാനുഭവം കാണിക്കാൻ പറ്റുന്ന സീനുകൾ തന്നെയായിരുന്നു. അത് ഈ സിനിമയിൽ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം അങ്ങനെ തന്നെ ഒരുക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. തിയേറ്റർ കാഴ്ചയിൽ ഗംഭീരമാണെന്നാണ് ഫസ്റ്റ് റെസ്പോൺസുകൾ എല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം. ഇത് തിയേറ്റർ കാഴ്ച അർഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണെന്ന് ട്രെയിലർ കണ്ടവർക്കും ടീസർ കണ്ടവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. സൂര്യ ഒറ്റയ്ക്ക് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സംവിധാനത്തിന്റെയും സ്ക്രിപ്റ്റിന്റെയും പേരിൽ ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ സംവിധായകൻ ശിവ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ മുൻ സിനിമകളിലൂടെ തന്നെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും സൂര്യ എന്ന നടനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തിയേറ്ററിലെത്തിയവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും എന്ന് പറയുന്നുണ്ട്. സൂര്യയ്ക്ക് വലിയ രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ശിവയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് റോളായി മാറുന്നു. എന്നാൽ ഇതിനെ ഒരു നെഗറ്റീവായി മൊത്തത്തിൽ എടുത്തിരിക്കുകയാണ് വിജയ് ആരാധകർ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ വിജയ് ആരാധകർ ഒരു വശത്ത് സന്തോഷിക്കുന്നുണ്ട്. അവരുടെ ഗോട്ട് തകർന്നടിഞ്ഞു എന്ന് മറ്റുള്ള ആരാധകരെല്ലാം പറയുമ്പോഴും തകർന്നടിഞ്ഞില്ല എന്നവർ വാദിക്കുകയും അതിനുള്ള തെളിവുകൾ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കങ്കുവ ഇറങ്ങുകൾ കാണിച്ചു തരാമെന്നായിരുന്നു സൂര്യയുടെ ആരാധകർ തന്നെ 2 വർഷമായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം പറഞ്ഞത്. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം തന്നെ അത് അസ്തമിച്ചു പോവുകയാണ്. വെറും നനഞ്ഞ പടക്കമായി മാറുകയാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. സഹതാരങ്ങളായി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട് എന്ന് പറയണം. അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും സ്ക്രീൻ ടൈമിന്റെ ഏറിയ പങ്കും സൂര്യയ്ക്ക് തന്നെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ കഥാപാത്രം മികച്ചതാക്കാൻ അദ്ദേഹത്തിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റും ഡയറക്ഷനും നല്ലതല്ലെങ്കിൽ പിന്നെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഫ്രാൻസിസ് എന്ന സ്റ്റൈലിഷ് ക്യാരക്ടറിനപ്പുറം കൂടുതൽ വൈൽഡ് റോളുമായി തന്നെ കങ്കുവ എന്ന റോളിൽ സൂര്യ ഗംഭീരമായി തിളങ്ങി എന്ന് പറയാം. ആക്ഷൻ രംഗങ്ങളിൽ അസാധ്യമായ കയ്യടമാണ് സൂര്യ കൈയടിച്ചിരിക്കുന്നത്. കരിയറിലെ തന്നെ സൂര്യയുടെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ പടം എന്ന് തന്നെ നമുക്ക് കങ്കുവയെ കുറിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കും. വെട്രി പളനിസ്വാമിയുടെ ക്യാമറ കാഴ്ചകൾക്ക് ശരിക്കും തിയേറ്റർ ഒരു അനുഭവം തന്നെയാണെന്ന് പറയുന്നു. 5 ദ്വീപുകൾ എന്ന സാങ്കല്പിക പ്രദേശത്തെ ശരിക്കും തന്നെ അദ്ദേഹം വളരെ നന്നായി ഭംഗിയായി എത്തിച്ചിട്ടുണ്ട് എന്നും അത് സാധ്യമാക്കിയതിൽ വലിയൊരു പങ്കും ഒരു ഘടകവും ഉണ്ട് എന്നും പറയുന്നു. അതേസമയം സംവിധായകന് വേഗതയേറിയ ആഖ്യാനമാണ് സാധ്യമാക്കിയതെങ്കിൽ അന്തരിച്ച എഡിറ്റർ നിഷാദ് യൂസഫിന്റെ പങ്ക് എന്താണെന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് പോലും. കങ്കുവയുടെ ആക്ഷൻ സീനുകൾ പല
ഘട്ടത്തിലും എലിവേറ്റഡ് ചെയ്യുന്നത് ദേവിശ്രീ പ്രസാദിന്റെ പശ്ചാത്തലത്തിലുള്ള സംഗീതം തന്നെയാണ്. DSPയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പതിറ്റാണ്ടുകളായി തന്നെ തമിഴ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് എന്നും മുൻപന്തിയിൽ നിൽക്കുന്നത്. കങ്കുവ അതിന്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് ശക്തമായ ലീഡ് ഇട്ടിട്ട് തന്നെയാണ് ചിത്രം അവസാനിപ്പിക്കുന്നതെന്ന് ആരാധകർ പറയുന്നുണ്ട്. പ്രേക്ഷകന് താല്പര്യം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏറെ ഉണ്ട് കങ്കുവയിൽ. പക്ഷേ പൊതുവെ ഒരു നെഗറ്റീവ് അഭിപ്രായമാണ് കങ്കുവയെ കുറിച്ച് കിട്ടുന്നത്. കങ്കുവയ്ക്ക് അത്രയും വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം വിജയ് ചിത്രം അവസാനിച്ചിട്ട് ഇപ്പോൾ മാസങ്ങൾ മാത്രമാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മറിച്ചുകടക്കാൻ വേണ്ടി ഇവർ കങ്കുവ ഇറക്കിയതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ വെറുതെ ആവുകയാണ്. ഗോട്ടിനത്ര കളക്ഷൻ എന്തായാലും ഫസ്റ്റ് ഡേ ഇത് നേടില്ല. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും നേടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് തിയേറ്ററിലുള്ള ആൾക്കാർ പോലും. പ്രേക്ഷകനെ സ്പർശിക്കുന്ന രീതിയിൽ അവയെ ചിട്ടപ്പെടുത്താൻ സാധിച്ചു എന്ന സംശയം ഇപ്പോൾ DSPയുടെ ഗാനങ്ങൾക്ക് ഇപ്പോൾ വലുതായി തന്നെ തോന്നിക്കുന്നുണ്ട്. വേണ്ട രീതിയിൽ അദ്ദേഹത്തിനെ പ്രയോഗിച്ചില്ല എന്നതാണ് ശിവയ്ക്കെതിരെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സൂര്യ ഷോ എന്ന നിലയിൽ കങ്കുവ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ പല രീതിയിൽ തന്നെ ഹൈപ്പ് പ്രതീക്ഷിച്ചു പോയവർക്ക് വലിയ നിരാശയാണ് ഇതിന് പിന്നാലെ ഉണ്ടാകുന്നതെന്നും പറയുന്നുണ്ട്. ആരാധകർ ഏറെ കാത്തിരുന്ന സൂര്യയുടെ കങ്കുവ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ഒരു കാഴ്ച പുലർച്ചെ 4 മണി മുതൽ തന്നെ ആരാധകർ ആഘോഷമാക്കിയിട്ടുണ്ട്. ഈ ഷോ ആരാധകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണം നേടി ലഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇരട്ട വേഷത്തിൽ സൂര്യ എത്തുന്ന ചിത്രത്തിൽ സൂര്യയുടെ ഫ്രാൻസിസ് എന്ന വേഷത്തെക്കാൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് കങ്കുവയാണെന്ന് ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. ഇതിനോടൊപ്പം കങ്കുവ 2 വേണ്ടെന്നുള്ള വെയിറ്റിംഗ് ആണെന്നും ഒക്കെ നിരവധി പേർ പറയുന്നുണ്ട്. ഇതിനിടയിൽ തരക്കേടില്ലാത്ത പടമാണെന്ന് പറയുന്നവരുമുണ്ട്. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന സിനിമയായതിനാൽ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല എന്ന് പറയുന്നവരും നിരവധി പേർ തന്നെയാണ്. സൂര്യയുടെ പെർഫോമൻസിനെ പറ്റി ആരാധകർക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ആരാധകർക്ക് മാത്രമല്ല, വിജയ് ആരാധകർക്കും അതൊരു നല്ല അഭിപ്രായം തന്നെയാണ്.